നമസ്കാരം. കേജ്രിവാളിന്റെ ദളിത് സ്നേഹം വ്യാജമാണെന്നും ആം ആദ്മിക്ക് ഖലിസ്ഥാനി ബന്ധമുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. അംബേദ്കറുടെ പ്രതിമ അവഹേളിക്കപ്പെട്ടത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. ക്രമസമാധാനത്തോടുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിബദ്ധതയെയും ദളിതുകളോടുള്ള സമീപനത്തെയും പ്രതിപക്ഷം നിരന്തരം ചോദ്യം ചെയ്യുന്നതിനാൽ വിവാദം ഉടനടി അവസാനിക്കാനും സാധ്യതയില്ല. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന ആവശ്യവുമായി പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമ തകർത്ത സംഭവത്തിൽ പഞ്ചാബ് സർക്കാരിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ാം തീയതിയാണ് പഞ്ചാബിലെ അമൃത്സറിൽ 33 അടി ഉയരമുള്ള അംബേദ്കറുടെ പ്രതിമ പട്ടാപ്പകൽ നശിപ്പിക്കപ്പെട്ടത്. ഒരു പോലീസ് സ്റ്റേഷൻ സമീപമാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് എന്നതാണ് ശ്രദ്ധേയം. അജ്ഞാതരായ ഒരു സംഘം ആളുകൾ ചുറ്റിക ഉപയോഗിച്ചാണ് അംബേദ്കറുടെ പ്രതിമ തകർത്തത്. ഈ സംഭവത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അപലപിച്ചിട്ടുമുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ദളിത് സമുദായത്തിന് നേർക്കുള്ള ആക്രമണമാണ് ഇത് എന്ന് BJP പറയുന്നു. BJP വക്താവ് സംബിത് പത്ര ഈ നടപടിയെ ഹൃദയഭേദകം എന്നാണ് വിശേഷിപ്പിച്ചത്. പഞ്ചാബ് സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ആം ആദ്മി പാർട്ടി ദളിത് പ്രാതിനിധ്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കേജ്രിവാൾ ദളിത് വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും മുൻകാല സംഭവങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം ആരോപിച്ചു. ദളിതുകളെ പിന്തുണയ്ക്കുന്നുവെന്ന ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദങ്ങളെ BJP പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവിയും മറ്റു പാർട്ടി നേതാക്കളും കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടു. കേജ്രിവാൾ പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ന്യൂഡൽഹിയിലെ കേജ്രിവാളിന്റെ വസതിക്ക് സമീപം BJP പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിന്റെ ഭാഗത്തു നിന്ന് അശ്രദ്ധമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഹതാപം നേടുന്നതിനായി കേജ്രിവാൾ തനിക്കെതിരെ ആക്രമണം നടത്താൻ പോലും ശ്രമിക്കുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ മറ്റ് രാഷ്ട്രീയ കോണുകളിൽ നിന്നും നിശ്ചിത വിമർശനം ഉയർന്നിട്ടുണ്ട്. MP ഗുർജീത് സിംഗ് ഔജ്ലയും മുതിർന്ന നേതാവ് രാജ്കുമാർ വെർക്കയും ഉൾപ്പെടെയുള്ള പഞ്ചാബ് കോൺഗ്രസ് നേതാക്കൾ സംഭവ സ്ഥലം സന്ദർശിക്കുകയും നടപടിയെ ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് നീതിയുടെയും സമത്വത്തിന്റെയും ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉയരുകയാണ്. സർക്കാർ പ്രതിമ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ദളിത് സമൂഹത്തോടുള്ള സർക്കാരിന്റെ ആത്മാർത്ഥതയെയും വിമർശകർ ചോദ്യം ചെയ്യുന്നു. സംഭവം നിരവധി ദളിത് സംഘടനകളുടെ പ്രതിഷേധത്തിനും കാരണമായി മാറിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ വേഗത്തിലുള്ള നടപടിയും സംസ്ഥാനത്തുടനീളമുള്ള അംബേദ്കറുടെ എല്ലാ പ്രതിമകൾക്കും സംരക്ഷണം ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടിക്ക് ഖലിസ്ഥാനി ഘടകങ്ങളുമായി ബന്ധമുണ്ടായി എന്നാരോപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കനും കേജ്രിവാളിനെ വിമർശിച്ചു.